ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ അത്യാവശ്യമായി പ്രാർത്ഥനാ വിഷയമാക്കേണ്ട ഒരു കാര്യമാണ് കുടുംബ ബന്ധങ്ങളുടെ ഭദ്രത, കുടുംബ ബന്ധങ്ങളുടെ വിശുദ്ധി, കുടുംബത്തിൻ്റെ പ്രാധാന്യം. നമ്മൾ തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. വിവാഹമോചനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിവാഹബന്ധങ്ങളുടെ പവിത്രത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം തിരുവചനം, ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ജീവിതത്തിൻ്റെ തകർച്ചകളിലും തളർച്ചകളിലും നമ്മൾ എപ്പോഴും ഓർക്കുക, കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഭാര്യയോട് വിശ്വസ്തനായിരിക്കുക, ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കുക, മക്കളോട് വിശ്വസ്തരായിരിക്കുക. ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണത്. വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് വിവാഹ ജീവിതത്തോട് താല്പര്യം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഒരു വിവാഹ ജീവിതത്തിൻ്റെ അർത്ഥവും ആഴവും വ്യാപ്തിയും വിശുദ്ധിയും മനസ്സിലാക്കുമ്പോഴാണ് ഒരു വളർന്നു വരുന്ന തലമുറ പോലും കുടുംബത്തെ സ്നേഹിക്കാൻ തുടങ്ങുക. അപ്പോൾ പ്രാർത്ഥനാ വിഷയമാകട്ടെ കുടുംബത്തിൻ്റെ ഭദ്രതയും വിശുദ്ധിയും എല്ലാം. അതോടൊപ്പം ജീവിത പങ്കാളിയോടുള്ള വിശ്വസ്തത, മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലുള്ള വിശുദ്ധിയും കൃപയും, അതിനുവേണ്ടിയെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. കുടുംബങ്ങളെ തമ്പുരാന് വിട്ടുകൊടുക്കുക. തലവണങ്ങി ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും ഇന്നും എപ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തി